കൊടകര കുഴൽപ്പണ കേസിൽ ബി.ജെ.പിക്ക് പങ്കില്ല എന്ന വാദവുമായി കെ സുരേന്ദ്രൻ. പിടിച്ച പണം ബി.ജെ.പിയുടേതല്ലെന്നും ആസൂത്രിതമായ നുണപ്രചാരണം നടക്കുകയാണെന്നുമാണ് സുരേന്ദ്രൻ ഈ പറയുന്നത്. സി.കെ. ജാനുവിന് പണം കൊടുത്തു എന്ന ആരോപണവും ബി.ജെ.പി അധ്യക്ഷൻ തള്ളിയിട്ടുണ്ട്. ബി.ജെ.പിയുടെ മധ്യമേഖലാ സംഘടനാ സെക്രട്ടറിയെ ഇന്ന് അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അന്വേഷണം സുരേന്ദ്രനിലേക്കും നീങ്ങുമോ എന്നാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ശ്രീ ജയസൂര്യൻ, ബി.ജെ.പി വക്താവ്, ശ്രീമതി പ്രസീത അഴീക്കോട്, ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി കണ്ണൂരിൽ നിന്ന്, ശ്രീ ബാബു വി.സിയെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പാർട്ടിയുടെ മുൻ പ്രസിഡന്റാണ്. എസ്.കെ. സജീഷ് CPM, KM അഭിജിത്ത് കോൺഗ്രസ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ജയസൂര്യൻ, ഞങ്ങൾ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട് എന്ന് പറയുക, ഞങ്ങളുടെ നേതാക്കൾ കൊടിവെച്ച കാറിൽ പോലീസിന്റെ ചോദ്യം ചെയ്യൽ നേരിടാൻ പോകുന്നത് കണ്ടില്ലേ എന്ന് പറയുക, തൊട്ടു പിന്നാലെ പോലീസ് എന്തിനാണ് ഈ പണത്തിന്റെ സോഴ്സൊക്കെ അന്വേഷിക്കുന്നത്? അവർ ഈ കവർച്ച അന്വേഷിച്ചാൽ പോരെ, പണത്തിന്റെ സോഴ്സ് അന്വേഷിക്കാനുള്ള അധികാരം പോലീസിനുണ്ടോ എന്നൊക്കെ ചോദിക്കുക. ഇത് തന്നെ പരസ്പര വിരുദ്ധമാണ്. ഒളിക്കാനൊന്നുമില്ലെങ്കിൽ പിന്നെ പണത്തിന്റെ സോഴ്സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടേ പോലീസ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, അന്വേഷിച്ചോട്ടെ എന്ന് തന്നെയാണല്ലോ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്. അന്വേഷിച്ചോട്ടെ. അല്ല, പോലീസിന് ഈ കാര്യത്തിൽ അധികാരമില്ല. പിണറായി വിജയൻ്റെ പോലീസ് ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്നു എന്ന് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കവർച്ച മാത്രം അന്വേഷിച്ചാൽ മതി, ബാക്കി അതിന് മുകളിലുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട എന്നാണോ എന്നാണ് എൻ്റെ സംശയം. അല്ല, പോലീസിന് അന്വേഷിക്കാൻ അധികാരമുള്ളിടത്തോളം ഭാഗം പോലീസിന് അന്വേഷിക്കാം. അതിന് യാതൊരു തടസ്സവുമില്ല. അതിനും നമ്മൾ എതിരുമല്ല. അതിൽ നിന്ന് ഒളിച്ചോടുന്നുമില്ല എന്നാണല്ലോ സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കിയത്. അപ്പോൾ അതിന് ശേഷമുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിലാണ് മറ്റുള്ള അന്വേഷണം വേണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അത്രയേ ഉള്ളൂ. ഇക്കാര്യത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുമ്പോൾ നോക്കൂ ശ്രീ ജയസൂര്യൻ, ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ സംഘടനാ സെക്രട്ടറി എന്നുള്ളത് ബി.ജെ.പിയെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു ചുമതലയാണ്. സംഘടനാ സെക്രട്ടറി ചോദ്യം ചെയ്യലിന് വിധേയമായി. സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ ഓഫീസ് സെക്രട്ടറി, തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഓഫീസ് സെക്രട്ടറി, തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ്, മധ്യമേഖലാ സംഘടനാ സെക്രട്ടറി, ആലപ്പുഴ ജില്ലാ ട്രഷറർ. ഒരു കള്ളപ്പണക്കേസിൽ രാജ്യദ്രോഹ സ്വഭാവമുള്ള, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന ഹവാല മോഡലിലുള്ള പണം കള്ളക്കടത്ത് കേസിൽ ബി.ജെ.പിയുടെ ഇത്രയും നേതാക്കൾ, ഇത്രയും സുപ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ചോദ്യം ചെയ്യലിന് വിധേയമായി എന്നുള്ളതിനെ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ കാണേണ്ടത്? ജനങ്ങൾ കാണേണ്ടത് ഇതിനു മുമ്പ് നടന്ന കേസുകളുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. ഈ കള്ളപ്പണ കേസ്, ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ വരുമ്പോൾ ഞങ്ങൾക്കാർക്കും നെഞ്ചുവേദന ഉണ്ടായില്ല, ഞങ്ങൾക്ക് കോവിഡ് ഉണ്ടായില്ല, ഞങ്ങൾ കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം എടുത്തില്ല, ഞങ്ങൾ എങ്ങോട്ടും ഓടിപ്പോയിട്ടില്ല, ഇവിടെയുണ്ട്. പോലീസ് വിളിച്ചാൽ അത് ഈ സംസ്ഥാനത്തെ, ഈ രാജ്യത്തെ നിയമ സംവിധാനമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് പോലീസിന് മുമ്പാകെ ഹാജരാകാൻ ഞങ്ങളുടെ ഒരു നേതാവിനും ഒരു മടിയുമില്ല. അപ്പോൾ അത് പോലീസുമായി സഹകരിക്കും, അന്വേഷണവുമായിട്ട് സഹകരിക്കും. ഇതിൻ്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അതിൻ്റെ ഏത് പ്രവർത്തകർ വേണമെങ്കിലും ഏത് സമയത്തും പോലീസിൻ്റെ മുമ്പിൽ വരാൻ തയ്യാറാണ്. അപ്പോൾ അതല്ലാതെ ഞങ്ങൾ ഇതിനെതിരെ ഒളിച്ചോടി പോകുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലല്ലേ സംശയമുള്ളൂ. സുതാര്യമായി, സുധീരമായി ഗവൺമെൻറ്റിനോടും പോലീസ് സംവിധാനത്തോടും അന്വേഷണ സംവിധാനത്തോടും സഹകരിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. സത്യം പുറത്തു വരണം എന്ന് തന്നെയാണ് ഈ നാട്ടിലെ, അതായത് അന്വേഷണം ശരിയായ ദിശയിലാണ്. ഈ അന്വേഷണത്തിന് ഒടുവിൽ നമുക്ക് ഇതിന്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാം, അല്ലേ? അന്വേഷണത്തിൻ്റെ ഒടുവിൽ സത്യം പുറത്തു വരുന്നത് വരെ ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് അന്വേഷണത്തിനോട് സഹകരിച്ചുകൊണ്ട് തന്നെയാണ് നീങ്ങുന്നത്. അത് സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ സംസ്ഥാന പോലീസിനോട് സഹകരിക്കാൻ തയ്യാറാണ്. സംസ്ഥാന പോലീസാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. പക്ഷേ സംസ്ഥാന പോലീസിന് ഇന്നിപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം, പോലീസിന് അധികാരമില്ലാത്ത കാര്യങ്ങൾ പോലീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉദ്ദേശിക്കുന്നത്, ബി.ജെ.പി ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്നത്, കൊടകര വെച്ചിട്ടൊരു കവർച്ച ഉണ്ടായി, ആ കവർച്ച പോലീസ് അന്വേഷിച്ചോളട്ടെ. ആ കവർച്ച ചെയ്യപ്പെട്ട മുതൽ എങ്ങനെ വന്നു, അതാരുടെ മുതലാണ്,
അയാൾ ആ മുതൽ കരസ്ഥമാക്കിയത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള അധികാരം പോലീസിന് ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സുരേന്ദ്രൻ പറഞ്ഞത് അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണോ? ഹലോ, എന്നോടാണോ? അതെ അതെ. അല്ല, അങ്ങനെ ഒരു വ്യാഖ്യാനമൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. കേരള പോലീസിന് അന്വേഷിക്കാൻ എവിടം വരെ സാധിക്കുമോ അവിടം വരെ കേരള പോലീസ് അന്വേഷിച്ചോട്ടെ. ആ പോലീസിനോട് സഹകരിക്കാൻ തയ്യാറാണ്, പോലീസിൻ്റെ അന്വേഷണത്തോട് സഹകരിക്കാൻ തയ്യാറാണ്. ഇനി പോലീസിൻ്റെ അന്വേഷണം കഴിഞ്ഞു, അതിനപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അന്വേഷിച്ചോട്ടെ. അതല്ലാതെ അതിന് മറ്റൊരു വ്യാഖ്യാനം കൊടുക്കേണ്ട കാര്യമില്ല. ശരി, അതാണ്. ശ്രീ കെ എം അഭിജിത്ത്, ഏത് തരത്തിലുള്ള അന്വേഷണവും വന്നോട്ടെ, ഒരു കുഴപ്പവുമില്ല. ഞങ്ങളുടെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും നെഞ്ചുവേദനയൊന്നും അഭിനയിക്കാതെ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരായി. അന്വേഷണത്തോട് ഞങ്ങൾ സഹകരിക്കുകയാണ്, ഇനിയും സഹകരിക്കുമെന്നാണ് ഇപ്പോൾ നമ്മുടെ ചർച്ചയിലെ BJP പ്രതിനിധി അഡ്വക്കേറ്റ് ജയസൂര്യൻ പറയുന്നത്. എന്ത് തോന്നുന്നു? ശ്രീ അഭിലാഷ്, നമ്മൾ ആലോചിക്കണം, 2016 നവംബർ മാസം 8-ാം തീയതി ഈ രാജ്യത്തിൻ്റെ നിലവിലുണ്ടായിരുന്ന നോട്ടുകളൊക്കെ പിൻവലിച്ച് നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ഈ രാജ്യത്തെ കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ധീരോദാത്തമായിട്ടുള്ള പോരാട്ടത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായി മക്കളുടെ വിദ്യാഭ്യാസത്തിനും അവൻ്റെ ചികിത്സയ്ക്കും അവൻ്റെ വിവാഹത്തിനും വേണ്ടി സ്വരുക്കൂട്ടിയ 1000 രൂപ പോലും കള്ളപ്പണമാണെന്ന് ചാപ്പ കുത്തപ്പെട്ട ജനങ്ങൾക്ക് മുന്നിലാണ് BJP ഇത്തരമൊരു അന്തർധാര സംസാരങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ രാജ്യത്തെ കള്ളപ്പണമെല്ലാം ഞങ്ങൾ ഇല്ലാതാക്കും. ഒരാളുടെ കയ്യിൽ 50,000 രൂപയുണ്ടായിരുന്നെങ്കിൽ അത് കള്ളപ്പണമായിരുന്നു. ആ കള്ളപ്പണം ഒന്ന് നേരെയുള്ള നോട്ടാക്കി കിട്ടാൻ ബാങ്കുകൾക്ക് മുന്നിൽ ക്യൂ നിന്ന് മരണപ്പെട്ട ആളുകൾ നമ്മുടെ മുന്നിലില്ലേ? ആ ജനതയ്ക്ക് മുന്നിലാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ. മറുഭാഗത്തോ, ഈ രാജ്യം കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയെ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഭരണകൂടം പരാജയപ്പെടുന്നിടത്താണ്. ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് BV ശ്രീനിവാസ് ഉൾപ്പെടെ ജനസേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ സോഴ്സ് അറിയാൻ വേണ്ടി, അതായത് ഓക്സിജൻ എത്തിച്ചു കൊടുക്കുമ്പോൾ ഓക്സിജൻ സിലിണ്ടർ എവിടെ നിന്ന് വരുന്നു, ഭക്ഷണപ്പൊതികൾ കൊടുക്കുമ്പോൾ ആ ഭക്ഷണത്തിനുള്ള പണം എവിടെ നിന്ന് ലഭിക്കുന്നു, വെള്ളക്കുപ്പികൾ കൊടുക്കുമ്പോൾ ആ വെള്ളക്കുപ്പികൾക്കുള്ള പണം എവിടെ നിന്ന് കൊടുക്കുന്നു എന്ന് അന്വേഷിക്കാനും അറിയാനും കേന്ദ്രത്തിൻ്റെ എല്ലാ അന്വേഷണ ഏജൻസികളും യൂത്ത് കോൺഗ്രസിൻ്റെ ഓഫീസിലേക്ക് ഇരിച്ചു കയറുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെ ചോദ്യം ചെയ്യുകയാണ്. അത് കേരളത്തിലെയും ഇന്ത്യയിലെയും സമൂഹം കാണുകയാണ്. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ, കേരളത്തിൽ ജനാധിപത്യ രീതിയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ, ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനെ പോലും അട്ടിമറിക്കാൻ സാധ്യതയുള്ള രീതിയിൽ കേരളത്തിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ കുഴൽപ്പണം ഇവിടെ ഇറക്കുമതി ചെയ്യപ്പെടുന്നത്. ഇവിടെ കൊടകരയിലെ സംഭവം എന്താ? ഇവരുടെയൊക്കെ BJP പ്രസിഡന്റിന്റെ ഒക്കെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഇവർ ജനങ്ങൾ ധരിക്കുക, ഇങ്ങനെ ഒരു പണം കൊണ്ടുവരുന്നതിനിടയിൽ ഇത് മോഷണം വന്ന സമയത്ത് ഇവർ സ്വമേധയാ പോയി ഈ കള്ളപ്പണം കാണുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ള ഈ പരാതിയുടെ ആരംഭം എങ്ങനെയായിരുന്നു? ഡ്രൈവറെ വിട്ട് 25 ലക്ഷം രൂപ കാണാതായി എന്ന് പരാതി കൊടുക്കുന്നതിൽ തുടങ്ങി പിന്നീട് പോലീസ് അന്വേഷിച്ചു ചെന്നപ്പോൾ ഇത് 25 ലക്ഷത്തിലോ 25,000-ലോ 25 കോടിയിലോ നിൽക്കില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ കള്ളപ്പണത്തിന്റെ ഉറവിടം ഇവർ പല വാദങ്ങൾ നിരത്തട്ടെ, നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യം ഇവിടെയില്ലേ? എന്താണ് ഈ പണത്തിന്റെ സോഴ്സ്? നമുക്കറിയേണ്ടത് 1.5 കോടിയോളം വരുന്ന പിടിച്ചെടുക്കപ്പെട്ട തുക, ഇനിയും കണ്ടെത്താനുള്ള 2 കോടി രൂപ, 3.5 കോടി രൂപയാണ് ഈ കൊടകരയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കൊടകരയിൽ മാത്രമാണ്. ഇതേപോലെ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ട കോടാനുകോടിയുടെ കണക്കെത്ര? ഈ പണം എവിടെ നിന്ന് വന്നു? നരേന്ദ്രമോദി 2016 നവംബർ മാസം 8-ാം തീയതി രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ഈ രാജ്യത്തെ കള്ളപ്പണമൊക്കെ ഇല്ലാതാക്കാൻ പോകുന്നു. അപ്പൊ ജനങ്ങൾ വിചാരിച്ചതൊക്കെ ഇല്ലാതാകുന്നു. നമ്മൾ തിരിച്ചറിയുന്നത് ഈ കള്ളപ്പണമൊക്കെ ജനങ്ങളുടെ കയ്യിലല്ല, ഇനിയൊക്കെ പാർട്ടിയുടെ BJPയുടെ കൈകളിലാകുമെന്നായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞു വെച്ചത് എന്ന് ഇന്ന് രാജ്യം തിരിച്ചറിയുകയാണ്, ജനങ്ങൾ തിരിച്ചറിയുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു കുപ്പി വെള്ളവും ഒരു ഭക്ഷണപ്പൊതിയും ഓക്സിജൻ സിലിണ്ടറും കൊടുക്കുന്നിടത്ത് ഇതിന്റെ സോഴ്സ് അറിയണമെന്ന് പറയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ മൗനത്തിലായിരുന്നു. എൻഫോഴ്സ്മെന്റിനെയും ഇൻകം ടാക്സിനെയും ഒന്നും നമ്മൾ കാണുന്നില്ല. ഇനി ഇവിടത്തെ കേരളത്തിലെ അന്വേഷണ ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ അന്വേഷണത്തിൽ നിന്ന് തരുന്നല്ല പറയേണ്ടത്, നിങ്ങളിലേക്ക് അന്വേഷണം എത്തും. നിങ്ങളിലേക്ക് കൃത്യമായ അന്വേഷണം നടന്നാൽ BJPയുടെ നേതാക്കളിലേക്ക് അന്വേഷണം എത്തും. അതിന് മറുപടി പറയേണ്ട ബാധ്യത BJPക്കുണ്ട്. അത് മാത്രമല്ല, ഇവിടെ അന്വേഷണത്തെ സംബന്ധിച്ച് കൃത്യമായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഉൾപ്പെടെ അന്വേഷണം നടക്കേണ്ട സാഹചര്യമുണ്ട്. കാരണം അതുപോലും ഇനി അട്ടിമറിക്കപ്പെടാൻ പോകുന്നു എന്നാണ് ഈ പറയുന്ന BJP പ്രസിഡന്റിന്റെ പത്രസമ്മേളനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി, ഓക്കെ, ഞാൻ ആ പോയിന്റിലേക്ക് മടങ്ങിയെത്താം. അഭിജിത്ത്, ശ്രീ SK സജീഷ്, പിണറായി വിജയന്റെ പോലീസാണ് അന്വേഷിക്കുന്നത് എങ്കിൽ പോലും
ഞങ്ങൾ ആ അന്വേഷണത്തോട് സഹകരിക്കുകയാണ് എന്നാണ് BJP പറയുന്നത്. കെ സുരേന്ദ്രൻ പറയുന്നത്, ഞങ്ങളുടെ നേതാക്കളെ വിളിപ്പിച്ചു, ഞങ്ങൾ വന്നു, ഞങ്ങൾ വരാതിരുന്നില്ല, വരില്ല എന്ന് ശാഠ്യം പിടിച്ചില്ല, തെരുവിലിറങ്ങി സമരം ചെയ്തില്ല, അന്വേഷണത്തോട് സഹകരിക്കുകയാണ്. ഞങ്ങൾ അന്വേഷണത്തോട് സഹകരിക്കുന്നു, എന്തെങ്കിലും കണ്ടെത്താനുണ്ടെങ്കിൽ കണ്ടെത്തട്ടെ എന്ന് BJPക്ക് പറയാൻ കഴിയുന്നുണ്ടോ? അതൊരു ആത്മവിശ്വാസമാണോ? ശ്രീ അഭിലാഷ്, കേൾക്കാമോ? കേൾക്കാം. അതായത് ഒന്ന്, ഇവർ നേരെ അന്വേഷണവുമായി സഹകരിക്കുകയല്ലായിരുന്നുവെന്ന് നമ്മുടെ മുന്നിൽ അനുഭവമുണ്ട്. നേരത്തെ BJPയുടെ സംസ്ഥാന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ അവർ പോകാൻ വേണ്ടി തയ്യാറായില്ല, ഒഴിഞ്ഞു മാറുകയായിരുന്നുവെന്നും പിന്നെ പൊതുമണ്ഡലത്തിൽ ചർച്ച ഉയർന്നു വന്നപ്പോഴാണ് അവർ ചോദ്യം ചെയ്യലിന് വിധേയരാകാൻ വേണ്ടി തയ്യാറായത് എന്നതുൾപ്പെടെ നമുക്ക് ഓർമ്മയുണ്ട്. അതൊന്നുമല്ല ഇതിനകത്ത് നിലനിൽക്കുന്ന പ്രശ്നം. കേരളത്തിലെ പോലീസിൻ്റെ അധികാര പരിധിയിൽ വരുന്ന പ്രദേശത്ത് നടന്ന ഒരു ക്രിമിനൽ കുറ്റമായതുകൊണ്ട് പോലീസ് അത് കൃത്യമായി അന്വേഷിക്കുകയും കുറ്റക്കാരായ ആളുകൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നമ്മൾ കാണേണ്ടത് കേരളത്തെ വളരെ അപകടകരമായ ഒരു കുഴൽപ്പണത്തിൻ്റെയും കൊള്ളപ്പണത്തിൻ്റെയും കേന്ദ്രമാക്കി മാറ്റാനാണ് BJP ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ശ്രമിച്ചത് എന്നതാണ് നമ്മൾ കണ്ടത്. അതിനുവേണ്ടി അവർ തെരഞ്ഞെടുപ്പിൽ ഒരു പദ്ധതി തന്നെ പണം കൈമാറാൻ വേണ്ടി ആസൂത്രണം ചെയ്യുകയായിരുന്നു. അതായിരുന്നു കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ച 40 A ക്ലാസ് മണ്ഡലങ്ങൾ. 40 A ക്ലാസ് മണ്ഡലങ്ങളായാൽ ഓരോ മണ്ഡലത്തിലും 5 കോടി വെച്ച് കിട്ടും. പിന്നെ ബാക്കി B ക്ലാസ്സിനും ഒക്കെയായി വേറെയും കിട്ടും. അങ്ങനെ 700 കോടി രൂപ കയ്യിൽ കിട്ടും. ആ കയ്യിൽ കിട്ടുന്ന പണം, കയ്യിൽ കിട്ടിയ പണം പരസ്പരം വീതം വെക്കുന്നതിനുള്ള പ്രശ്നമാണ് BJPയിൽ ഉണ്ടായത് എന്ന് നാം കാണേണ്ടതുണ്ട്. ഒരു വിഭാഗം മാത്രം ഈ പണം കൈകാര്യം ചെയ്യുന്ന സാഹചര്യം വരികയും അവർ കൊള്ളയടിക്കുകയും ചെയ്തപ്പോൾ അതിൽ കലിമൂത്ത, തങ്ങൾക്ക് പണം കിട്ടാത്ത മറ്റൊരു വിഭാഗമാണ് ഇത് തട്ടിപ്പറിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഓരോയിടത്തും പ്രശ്നം ഉയർന്നു വന്നത്. തലശ്ശേരിയിലെ BJP ജില്ലാ പ്രസിഡന്റായിരുന്ന നോമിനേഷൻ തള്ളിപ്പോയ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഈ കാര്യങ്ങൾ പറഞ്ഞല്ലോ. തൻ്റെ നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട് ഈ പണത്തിൻ്റെ പ്രശ്നമുണ്ട്. കോന്നിയിൽ പറയപ്പെട്ടു, മറ്റ് ജില്ലകളിൽ ഓരോന്നും പറയപ്പെടുന്നു. പാലക്കാട് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തത് പിന്നീട് അവർ തമ്മിൽ പറഞ്ഞൊതുക്കുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ വൻതോതിൽ പണമൊഴുക്കിക്കൊണ്ട് പണം സ്വന്തം കയ്യിലേക്ക് മാറ്റാൻ അക്കൗണ്ട് പൂട്ടിയെങ്കിലും പകരം ഈ നേതാക്കന്മാരുടെ, കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ അക്കൗണ്ടിലേക്ക് കോടികൾ എത്തുന്ന സാഹചര്യത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ മാറി എന്ന് നാം കാണേണ്ടതുണ്ട്. ഇവിടെ ഇന്ന് കെ സുരേന്ദ്രന്റെ പത്രസമ്മേളനം ഉൾപ്പെടെ നാം കാണുമ്പോൾ അതിലെത്രമാത്രം ദയനീയ പരാജയമാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം നേരിട്ടതെന്ന് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം തുറന്ന് സമ്മതിച്ചു പ്രസീതയുമായിട്ടുള്ള സംഭാഷണം ഉണ്ടായിട്ടുണ്ട് എന്ന്. അപ്പോൾ പ്രസീതയുമായിട്ടുള്ള സംഭാഷണത്തിലെ ഉള്ളടക്കം ശരിയാണ് എന്ന് അദ്ദേഹം അംഗീകരിക്കേണ്ടി വരുമല്ലോ. അത് അംഗീകരിക്കുകയാണ്, സമൂഹത്തിന്റെ മുന്നിൽ അംഗീകരിക്കപ്പെട്ടു. CK ജാനുവിന് പണം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷവും വയനാട്ടിൽ വെച്ച് അമിത്ഷാ പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് 40 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട് എന്ന് ഈ സംഘടനയുടെ, ഈ ജനാധിപത്യ പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി തന്നെ, ബാബു തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ പണം കൈമാറുക, കള്ളപ്പണവും കള്ളനോട്ടടിയും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, തൃശ്ശൂർ കൊടകരയിലുള്ള കള്ളപ്പണമാണെങ്കിൽ അപ്പുറത്ത് കൊടുങ്ങല്ലൂരിൽ കള്ളനോട്ടടിച്ചതിനും പിടിച്ചത് ഇവരുടെ ഒരു കാര്യവാഹകനെയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഇവർ സാധാരണക്കാരൻ്റെ കയ്യിലുള്ള പണം പിടിച്ചെടുക്കാൻ വേണ്ടി നോട്ട് നിരോധിച്ചവരാണ്. എന്നിട്ട് ആ പണം മുഴുവൻ നിക്ഷേപിക്കുന്ന ഒരു വലിയ ബാങ്കിങ് സംവിധാനം പോലെ ഇന്ത്യയിലെ BJP മാറിയിരിക്കുന്നു. അവിടെ ഈ കേരളത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് കെ സുരേന്ദ്രനാണ്. ആ കെ സുരേന്ദ്രൻ ബംഗാരു ലക്ഷ്മണനെ പോലെ പണം കയ്യോടെ കൈകാര്യം ചെയ്തതിന്റെ ഭാഗമായി നിയമ നടപടിയും നേരിടേണ്ടി വരും. BJPയിൽ ഇപ്പോൾ നടക്കുന്ന ചക്രത്തി പോരാട്ടത്തിലൂടെ പുറത്തും പോകേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഓക്കെ, അതാണ് ശ്രീ ജയസൂര്യൻ ആരോപണം. BJPക്ക് ശതകോടികൾ കള്ളപ്പണമായി വന്നു ഇങ്ങോട്ട്. അത് പലരും പങ്കുവച്ചെടുത്തു, എല്ലാവർക്കും കിട്ടിയില്ല. കിട്ടാത്തവരും കിട്ടിയവരും എന്നീ 2 വിഭാഗങ്ങളാണ് ഇപ്പോൾ BJPയിലുള്ളത്. അവർ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടവും തമ്മിൽ തല്ലും മൂലം ആണ് ഈ വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. അതിന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനടക്കം സമാധാനം പറയേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഇവിടെ CPMന്റെ പ്രതിനിധി പറഞ്ഞത്. CPMന്റെ പ്രതിനിധി പറയുന്നത് ഞാൻ വളരെ ശ്രദ്ധയോടെ ഇരിക്കുകയായിരുന്നു. കാരണം സജീഷ് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പതിവ് വാക്ക് വന്നില്ല, കളവ് പറയുകയാണ് എന്ന്. അതുകൊണ്ട് ഞാൻ തിരിച്ച് സജീഷിനോട് അങ്ങോട്ട് കളവ് പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഇപ്പോൾ സജീഷ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു.
സുരേന്ദ്രൻ്റെ അക്കൗണ്ടിലേക്ക് കോടികൾ വന്നു എന്ന് പറഞ്ഞു. ഏത് ബാങ്കിലെ ഏത് അക്കൗണ്ട്? സജീഷ് ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഒന്ന് പറഞ്ഞേ സജീഷേ, ഏത് ബാങ്കിലെ ഏത് അക്കൗണ്ടിലേക്ക്, സുരേഷിൻ്റെ എത്രാം നമ്പർ അക്കൗണ്ടിലേക്ക് എത്ര കോടിയാണ് വന്നത്? ഒന്ന് പറഞ്ഞേ സജീഷേ. സജീഷ് വലിയ ആധികാരികമായിട്ട് സംസാരിച്ചല്ലോ. അപ്പോൾ ആരോപണം എല്ലാവർക്കും എങ്ങനെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും വഴിയെ തെളിയും. താങ്കൾ അതിൽ പ്രയാസപ്പെടണ്ട. കേരള ആയിക്കോട്ടെ, ഞങ്ങൾ അതിനോട് സഹകരിക്കുകയല്ലേ. ഞങ്ങൾ കേരള പോലീസിനോട് സഹകരിക്കുകയല്ലേ. നെഞ്ചുവേദന വന്നില്ല, കോവിഡ് വന്നില്ല, മുൻകൂർ ജാമ്യത്തിന് പോയില്ല. ഞങ്ങൾ സഹകരിക്കുകയാണ്. എല്ലാം ജനങ്ങൾ കാണുന്നില്ലേ? അതിന് ഞങ്ങൾക്ക് പേടിയില്ലല്ലോ, ഞങ്ങൾ ഭയക്കുന്നില്ലല്ലോ. അന്വേഷിച്ചോളൂ, കേരള പോലീസ് അന്വേഷിക്കൂ, സത്യം കണ്ടുപിടിക്കൂ എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അല്ല, ആരോപണങ്ങൾ കഴിഞ്ഞില്ല. ഈ അക്കൗണ്ടിൻ്റെ കാര്യം മാത്രമല്ല ശ്രീ ജയസൂര്യൻ. ഒന്ന്, പണം വന്നു എന്ന കാര്യം. ഈ പണത്തിൻ്റെ സോഴ്സ് ഏതാണ് എന്ന ചോദ്യം. ഈ പണം BJP-യുടേതല്ല എന്ന് ഇന്നിപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് വിശദീകരിക്കുന്നു. അത് BJP-യുടേതല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? കാരണം ഈ പണത്തിൻ്റെ കാരിയറായിരുന്ന ധർമ്മരാജൻ പോലീസിന് കൊടുത്ത മൊഴി ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ആലപ്പുഴ BJP ജില്ലാ ട്രഷററെ ഏൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയായിരുന്നു പണം എന്നാണ്. ആലപ്പുഴ BJP ജില്ലാ ട്രഷററെ പോലീസ് വിളിപ്പിച്ചിരുന്നു. അദ്ദേഹം പൊതുജന മധ്യത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കെ സുരേന്ദ്രനോടും തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റിനോടും അന്വേഷിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ BJP-യുടെ ആലപ്പുഴ ജില്ലാ ട്രഷറർക്ക് കൊടുക്കാനായി പണം കൊണ്ടുപോകുന്നു. ആ സംഘത്തിന് തൃശ്ശൂരിൽ താമസം ഒരുക്കി കൊടുത്തത് സാധാരണ ഒരു ഗസ്റ്റിന് ആരാണ്? പാർട്ടിയുടെ ഗസ്റ്റിന് ആരാണ് താമസം ഒരുക്കി കൊടുക്കുക? പാർട്ടിയാണ്. അതുപോലെ തൃശ്ശൂരിലെ BJP-യുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഓഫീസ് സെക്രട്ടറി വിളിച്ച് റൂം ബുക്ക് ചെയ്ത് കൊടുക്കുന്നു. അതനുസരിച്ച് അവർ ആ റൂമിൽ താമസിക്കുന്നു. അതിനുശേഷം ഇവരുടെ വാഹനം പോയപ്പോൾ ആ പണം മോഷ്ടിക്കപ്പെടുന്നു. BJP-യുടെ റൂട്ടിലല്ലാതെ എങ്ങനെയാണ് ഈ പണം പോവുക? ഇത് BJP-യുടെ പണം അല്ല എന്ന് എങ്ങനെ പറയും? BJP-യുടെ പണമല്ല എന്ന് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി BJP-യുടെ പണമാക്കണം, അങ്ങനെ ആക്കി തീർക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് അന്വേഷിക്കാം. അത് ഇവിടെ പോലീസുണ്ട്, അന്വേഷണ സംവിധാനങ്ങളുണ്ട്. എല്ലാ അന്വേഷണ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള എല്ലാ അന്വേഷണ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് അന്വേഷിച്ചോളൂ. അന്വേഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അതിനോട് സഹകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ പറഞ്ഞ ആലപ്പുഴ ട്രഷററൊക്കെ ഇതിനോട് സഹകരിച്ചില്ലേ? ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ചെന്നില്ലേ? മറുപടി പറഞ്ഞില്ലേ? അന്വേഷണം തുടരട്ടെ. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ട് ഒളിച്ചോടുന്നില്ല. ഞങ്ങൾക്ക് ഈ കാര്യത്തിൻ്റെ സത്യാവസ്ഥ അറിയണം. ഈ ആരോപണങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നും ഈ പറഞ്ഞ ആരോപണങ്ങളിൽ എന്താണ് സത്യാവസ്ഥയെന്നും ജനങ്ങൾക്ക് മുമ്പാകെ അറിയിക്കേണ്ടത് ഞങ്ങളുടെയും കൂടെ ആവശ്യമാണ്. കാരണം ഞങ്ങൾക്ക് നേരെയാണല്ലോ ആരോപണം. അപ്പോൾ സത്യാവസ്ഥ പുറത്തു വരേണ്ടത് ബാക്കി എല്ലാവരേക്കാൾ കൂടുതൽ ഞങ്ങളുടെ ആവശ്യമാണ്. കാരണം ആരോപണമായിട്ട് തന്നെ നിന്നാൽ സത്യാവസ്ഥ പുറത്തു വരുന്നില്ല എങ്കിൽ പിന്നെ ഞങ്ങൾ ആരോപിതരല്ലേ. അതുകൊണ്ട് അന്വേഷിക്കട്ടെ, എത്രയും വേഗം അന്വേഷിക്കട്ടെ, എത്രയും വേഗം ജയസൂര്യൻ. ഇപ്പോൾ താങ്കളെ പോലെയുള്ള നേതാക്കളൊക്കെ പാർട്ടിക്കകത്ത് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തിയോ? അതായത് ഈ ധർമ്മരാജൻ എന്ന് പറഞ്ഞ കാരിയറെ ആരൊക്കെയാണ് വിളിക്കുന്നത്? ഇദ്ദേഹം പണവുമായി പോകുമ്പോൾ ആരൊക്കെയാണ് വിളിക്കുന്നത്? BJP-യുടെ ആലപ്പുഴ ജില്ലാ ട്രഷറർ മാത്രമല്ല, സംസ്ഥാനത്തെ സംഘടനാ സെക്രട്ടറിയുടെ വളരെ സുപ്രധാനമായ ചുമതലയിലിരിക്കുന്ന സംഘടനാ സെക്രട്ടറിയുടെ വിളി വരുന്നു അദ്ദേഹത്തിന്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ കോൺടാക്ട് ചെയ്യുന്നു. ഇപ്പം ഞങ്ങളുടേതല്ലെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ പണം BJP-യുടേതല്ലെങ്കിൽ പിന്നെ ഈ സുപ്രധാന ചുമതലയിലുള്ള നേതാക്കൾ എന്തിനാണ് ഈ പണം കൊണ്ടുപോയ ആളുകളെ വിളിച്ചുകൊണ്ടിരുന്നത്? അതായത് ഈ പറയുന്ന വ്യക്തി പാർട്ടിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രിൻറ്റിംഗ് മെറ്റീരിയലുകൾ സപ്ലൈ ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഉള്ള വ്യക്തിയായതുകൊണ്ട് ആ വ്യക്തിയായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവും. ആ കോണ്ടാക്ട് ഈ പറഞ്ഞ രീതിയിലുള്ള കള്ളപ്പണമോ അല്ലെങ്കിൽ മോഷ്ടിച്ച പണമോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ശ്രീ ജയസൂര്യൻ, എന്ത് പ്രിന്റിംഗ് മെറ്റീരിയലാണ്? എനിക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. പ്രിൻറ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്ന ധാരാളം സാധനങ്ങളുണ്ട്. ഇപ്പോൾ ബൂത്തിലിരിക്കുന്ന കൊടുക്കേണ്ട സ്ലിപ്പുണ്ട്, ബാഡ്ജുണ്ട്, അങ്ങനെയുള്ള പല സാധനങ്ങളുണ്ടാവും. അത് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ലിസ്റ്റൊന്നും എൻ്റെ കൈവശം എത്തിയിട്ടില്ല.
അല്ല ഇപ്പോൾ ഈ സ്ലിപ്പൊക്കെ പ്രാദേശികമായി പ്രിന്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലേ, കേന്ദ്രീകൃതമായി കൊടുക്കേണ്ട കാര്യമാണ് എന്ന് പോട്ടെ. ഇപ്പോൾ ഒരാൾ വിവിധ പാർട്ടികൾക്ക് ഈ പ്രിന്റിംഗ് മെറ്റീരിയലൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ടാവും. ഈ പ്രിന്റിംഗ് മെറ്റീരിയൽ കൊടുക്കുന്ന ആളെ സംഘടനാ ജനറൽ സെക്രട്ടറി വിളിച്ച് നിങ്ങളത് കൊടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ട കാര്യമുണ്ടോ? സംഘടനാ സെക്രട്ടറി ഇങ്ങനെ ഓരോ മണ്ഡലത്തിലെയും പ്രവർത്തകരെ വിളിച്ചിട്ട് പ്രിന്റിംഗ് മെറ്റീരിയൽ ഉറപ്പാക്കാൻ ഉള്ള പൊസിഷനിലുള്ള ആളാണോ? അല്ല, അങ്ങനെയുള്ള ഒരു ഇലക്ഷൻ കാലത്ത് ഏതെല്ലാം കാര്യങ്ങൾ എവിടെയെല്ലാം നടക്കുന്നു എന്നുള്ളത് എല്ലാവരും അന്വേഷിക്കണമല്ലോ. ഇപ്പോൾ സംഘടനാ സെക്രട്ടറിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വന്നിട്ടുണ്ടാവാം എന്നല്ലാതെ അതിനകത്ത് അസ്വാഭാവികതയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി അത്തരം കാര്യങ്ങളും എവിടെയെങ്കിലും സംശയമുണ്ടെങ്കിൽ അന്വേഷിക്കണം, അന്വേഷിച്ച് കണ്ടെത്തണം. അതിന് ഞങ്ങൾക്ക് തടസ്സമല്ല. ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, പോലീസിന്റെ കൂടെയാണ്, ഭരണകൂടത്തിന്റെ കൂടെയാണ്. അപ്പോൾ ഏത് സംശയം, ഇപ്പൊ താങ്കൾ ചോദിച്ച പോലെയുള്ള ഈ ചോദ്യങ്ങളുണ്ട്, ഈ സംശയങ്ങളുണ്ട്, സജീഷ് പറഞ്ഞ പോലെയുള്ള ആരോപണങ്ങളുണ്ട്. അല്ല, എല്ലാം ഞാൻ അംഗീകരിക്കുന്നു. അല്ല, ഈ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ആളെ ഏതെങ്കിലുമൊക്കെ മണ്ഡലം ഭാരവാഹി വിളിച്ചാൽ മതി, അല്ലാതെ സംസ്ഥാനത്തെ സംഘടനാ സെക്രട്ടറി വിളിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് നമ്മുടെ സാമാന്യ യുക്തി. എന്ന് മാത്രമല്ല, എന്നാണ് ഈ സംഭവം? ഇലക്ഷന്റെ പ്രചാരണം അവസാനിക്കുന്നതിന്റെ അന്ന്, അതിനൊരു ദിവസം കൂടി കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ പ്രചരണം അവസാനിക്കും. ഇപ്പോൾ പ്രിന്റിംഗ് മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നോട്ടീസും പാംഫ്ലെറ്റും ഒക്കെയാണ്. ഇതൊക്കെ നേരത്തെ പ്രിന്റ് ചെയ്ത് എത്തിക്കേണ്ടതല്ല, അല്ലാതെ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത ദിവസം അല്ലല്ലോ ഇതൊക്കെ കൊണ്ടുപോവുക. എന്ന് മാത്രമല്ല, ഈ കവർച്ച നടന്നു കഴിഞ്ഞിട്ട് കവർച്ച ചെയ്ത ആളുകളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത് ആരാണ്? ബി ജെ പിയുടെ തൃശ്ശൂർ ജില്ലാ നേതൃത്വം. അപ്പോൾ കവർച്ച കൊണ്ടുപോയ ആളുകളെ ബി ജെ പിക്ക് അറിയാം, നിങ്ങളുടെ പ്രിന്റിംഗ് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആളുകളാണെന്ന് ഔദ്യോഗികമായി പറയുന്നു. ഇനി കവർച്ച നടത്തിയ ആളുകളെയും വിളിച്ച് ഉപദേശിക്കാനും കാര്യങ്ങൾ അന്വേഷിക്കാനും ബി ജെ പിക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബി ജെ പിക്ക് വെളിയിലുള്ള ഒരാൾക്കും വേറെ പ്രത്യേകിച്ച് റോളൊന്നുമില്ലല്ലോ. കൊണ്ടുപോയത് നിങ്ങളുടെ ആളുകൾ, കട്ടത് നിങ്ങളുടെ ആളുകൾ. അല്ല, ഈ കൊണ്ടുപോയതും കട്ടതുമൊക്കെ ബി ജെ പിയുടെ ആൾക്കാരാണ് എന്ന് ഏത് ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്, തെളിവിൻ്റെ അടിസ്ഥാനത്തിലായി പറയുന്നത്? ഈ വ്യക്തിയുടെ കാര്യം ഞാൻ പറഞ്ഞു. എന്നേക്കാൾ വ്യക്തമായിട്ടത് തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണല്ലോ ഈ കാര്യം ചർച്ച ചെയ്തത്. അപ്പം അദ്ദേഹം പറഞ്ഞു, നമ്മളുടെ അവിടെ സപ്ലൈ ചെയ്യുന്ന ഒരാൾ വന്നൊരു പരാതി പറഞ്ഞപ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കണമല്ലോ. ആ സമയത്ത് ഇത് ബി ജെ പിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തകൾ വരാൻ തുടങ്ങിയതുകൊണ്ട് തീർച്ചയായിട്ടും ബി ജെ പിയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് അതേക്കുറിച്ച് അന്വേഷിക്കണം. അപ്പൊ അതിനുവേണ്ടി ഈ പറഞ്ഞ ആൾക്കാരോട് തന്നെ ചോദിച്ചു, അന്വേഷിച്ചു. അത്രയേ ഉള്ളൂ ആവശ്യം. രാത്രി പുലർച്ചെയാവുന്ന സമയത്ത് ഹൈവേയിൽ കൊള്ള നടത്തിയിട്ടുള്ള ഒരു കൊള്ള സംഘം എന്ന് പറയുന്നത് ആരാണ്? കൊള്ള സംഘത്തിൽപ്പെട്ട ആളുകളെ എങ്ങനെയാണ് ബി ജെ പിയുടെ പ്രസിഡന്റ് വിളിച്ചിട്ട് കാര്യം അന്വേഷിക്കുക? ഈ ദീപക്കിനെയും രഞ്ജിത്തിനെയും ഞാൻ വിളിച്ചിട്ടുണ്ട്, ദീപക്കിനോട് സംസാരിച്ചിട്ടുണ്ട്, വിളിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ആരാണ്? ബി ജെ പിയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റാണ്. ഇതൊക്കെ എപ്പോഴാണ്? ഈ പരാതിയൊക്കെ വന്നതിന് ശേഷം. ഇങ്ങനെ എൻ്റെ പണം തട്ടിയെടുത്തു എന്ന് ധർമ്മരാജൻ പരാതിപ്പെടുന്നു. ധർമ്മരാജന് വേണ്ടി ആദ്യം ഈ പരാതി കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറാണ്, ഷംജീർ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പണം കൊണ്ടുപോയ ആളുകളെ അറിയാം, ആ പണം തട്ടിയെടുത്ത ആളുകളെ അറിയാം. അല്ല, ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റിന്റെ അടുത്ത് ഇങ്ങനെ പരാതി വന്നപ്പോൾ, ഈ ധർമ്മരാജൻ തന്നെ വന്ന് പരാതി പറഞ്ഞപ്പോൾ, ശരി എന്തൊക്കെയാ ആരൊക്കെയാ എന്ന് അദ്ദേഹം അന്വേഷിക്കണ്ടേ? മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഓഫീസ്, ജില്ലാ ഓഫീസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പത്രങ്ങളിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അന്വേഷിക്കണ്ടേ? അങ്ങനെ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഹൈവേയിലൂടെ പോവാണ്. തൃശ്ശൂർ കഴിഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ കാറ് തടഞ്ഞ് ഒരു 2-3 വണ്ടിയിൽ വരുന്ന ആളുകൾ നമ്മുടെ പണം പിടിച്ചു പറിച്ചു എന്ന് വെക്കുക. നമ്മൾ നേരെ പോലീസിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യും. ഈ ഹൈവേയിൽ പുലർച്ചെ നമ്മുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും പണം പിടിച്ചു പറിച്ചാൽ നമുക്കത് ആരാണെന്ന് അറിയില്ലല്ലോ. കാരണം നമ്മൾ വണ്ടിയിൽ പോവായിരുന്നു, അപ്പോൾ വണ്ടി കുറുകെ കൊണ്ടിട്ടിട്ട് ആളുകൾ നമ്മുടെ കയ്യിൽ നിന്ന് പണം പിടിച്ചു പറിക്കുകയാണ്. അത് അങ്ങനെ ഒരു സംഭവമാണെങ്കിൽ ഈ പറയുന്ന ധർമ്മരാജന് ആരൊക്കെയാണ് പിടിച്ചു പറിച്ചതെന്ന് അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ ധർമ്മരാജനും സംഘത്തിനും അറിയാം ഈ ദീപക്കും രഞ്ജിത്തും അങ്ങനെയുള്ള ആളുകളാണ് ഈ പണം പിടിച്ചു പറിച്ചതെന്ന്. അപ്പോൾ ഇത് രണ്ടു കൂട്ടരും അറിയുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് നേരത്തെ സജീഷ് പറഞ്ഞില്ലേ, ഇവിടെ ബി ജെ പിയിൽ നിന്ന് തന്നെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നം കൊണ്ടാണ് ഈ കവർച്ച ഉണ്ടായത് എന്ന്. അതല്ലാതെ നമ്മൾ വെറുതെ നമ്മുടെ കയ്യിൽ നിന്ന് പണം പിടിച്ചു പറിച്ച ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് പോയി ഒരു പാർട്ടി ഓഫീസിൽ പോയി പരാതി പറയുകയും പാർട്ടി ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തെ വിളിച്ചിട്ട് എന്തിനാണ് നീ പണം പിടിച്ചു പറിച്ചതെന്ന് ചോദിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കില്ലല്ലോ. അല്ല, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ളത് നമുക്കെങ്ങനെ കൃത്യമായിട്ട് അറിയാം?
എന്തായാലും അങ്ങനെയുള്ള ഒരു വിഷയം വന്നപ്പോൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പോലീസിന് കൈമാറുകയാണ് ജില്ലാ പ്രസിഡന്റ് ചെയ്തത്. കിട്ടിയ എല്ലാ കാര്യങ്ങളും പോലീസിന് കൈമാറിയിട്ട് പോലീസിൻ്റെ അന്വേഷണവുമായിട്ട് സഹകരിക്കാൻ തയ്യാറാവുകയാണ് ചെയ്തത്. അതല്ലേ ഒരു പാർട്ടിയുടെ ഭരണാധികാരി ചെയ്യേണ്ടത്? അതല്ലേ ഒരു ചുമതലാബോധമുള്ള ഒരു പൗരൻ ചെയ്യേണ്ടത്? പോലീസിനെ ഏൽപ്പിച്ചു, പോലീസ് അന്വേഷിക്കട്ടെ എന്ന് വെച്ചു. അതല്ലേ ചെയ്യേണ്ടത്? അത് ചെയ്തു. ശരി, ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീമതി പ്രസീത അഴീക്കോട്. ശ്രീമതി പ്രസീത, ഇന്ന് താങ്കൾ ഇന്നലെ നടത്തിയിട്ടുള്ള ഒരു സെക്കൻഡ് അതിൽ വരാം, വെളിപ്പെടുത്തലിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രൻ പറയുന്നത്, എന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് പലരും വിളിച്ചിട്ടുണ്ട്, പ്രസീതയും വിളിച്ചിട്ടുണ്ടാവും, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുറത്തു വന്ന ഓഡിയോ എന്ന് പറയുന്നത് അതുപോലെയൊന്നുമല്ല. ഞാൻ സി കെ ജാനുവിന് പണം കൊടുത്തിട്ടില്ല, അവരെന്നോട് പണം ചോദിച്ചിട്ടുമില്ല, ഞാൻ കൊടുത്തിട്ടുമില്ല. ഈ പറയുന്നത് ഒരു തരത്തിലുള്ള വ്യാജ ഓഡിയോ ആണ് എന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു, പക്ഷേ പുറത്തു വന്നത് സംശയാസ്പദമായ കാര്യമാണെന്നും പറയുന്നു. തീർച്ചയായും അദ്ദേഹം ഈ കാര്യം നിരസിക്കുക തന്നെയല്ലേ ചെയ്യുക. കാരണം ഇപ്പോൾ സി കെ ജാനു ഇന്നലെ ഈ കാര്യം നിരസിക്കുക ചെയ്തത്, അവർക്ക് പൈസ കിട്ടിയിട്ടില്ല. അതേപോലെ ഇന്ന് കെ സുരേന്ദ്രനും പറഞ്ഞു ഞാൻ ആർക്കും പൈസ കൊടുത്തില്ലെന്ന്. അപ്പോൾ കരുതിക്കൂട്ടി ഇങ്ങനെ ഒരു ഓഡിയോ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് എന്ത് ലാഭമാണ് അതിലുള്ളത്? ബി ജെ പിയെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ കരിവാരിത്തേക്കേണ്ട ആവശ്യം എന്താണ്? അല്ല, സുരേന്ദ്രൻ പറയുന്നത് ഇതിപ്പോ ആധുനിക സാങ്കേതിക വിദ്യ ഉള്ള കാലമാണ്, അതുകൊണ്ട് ഈ ഓഡിയോയൊക്കെ ചിലത് കൂട്ടിച്ചേർക്കാനും ചിലത് ഒഴിവാക്കാനും ഒക്കെ കഴിയുന്നതാണ്. അങ്ങനെയുള്ള ഒരു സംഭവമാണ് നിങ്ങൾ കേട്ടതെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അല്ല, അതിപ്പോ പരിശോധിക്കട്ടെ, ഇത് ഒറിജിനൽ ആണോ അല്ല ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കട്ടെ. അപ്പോൾ മനസ്സിലാകുമല്ലോ ഇത് ഒറിജിനൽ ആണോ, ഇത് അങ്ങോട്ട് വിളിച്ചതാണോ ഇങ്ങോട്ട് വിളിച്ചതാണോ, ഇത് പൂർണ്ണമായുണ്ടോ അല്ല അതിൽ എഡിറ്റ് ചെയ്തിനോ എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് പരിശോധിച്ചാലാണ്. ഇപ്പോൾ സി കെ ജാനും പാർട്ടിക്കെതിരെയും അതേപോലെ എനിക്കെതിരെയും വ്യക്തിപരമായി കേസിന് പോയിട്ടുണ്ട്. അതേപോലെ കെ സുരേന്ദ്രൻ പറഞ്ഞത് എനിക്കെതിരെ പരാതി പോകുന്നതാണ്. തെളിയിക്കട്ടെ ഈ ഒരു ഓഡിയോ വ്യാജമാണോ എന്ന്. അതാണ് ശ്രീ ജയസൂര്യൻ നമ്മൾ ഇന്നലെ കേട്ടതാണ്. കെ സുരേന്ദ്രൻ്റെ ശബ്ദം നമുക്കൊക്കെ കേട്ട് പരിചയമുണ്ടല്ലോ. കെ സുരേന്ദ്രൻ ആ ഓഡിയോയിൽ പറയുന്നത്, അവർ വരട്ടെ, ഞാൻ നേരിട്ട് കയ്യിൽ കൊടുക്കാം, ഇലക്ഷൻ കാലത്ത് പണം മറ്റുള്ളിടത്തേക്ക് കൊണ്ടുവരുന്നതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല, 6-ാം തീയതി രാവിലെ വരൂ, ഞാൻ നേരിട്ടങ്ങ് കൊടുത്തേക്കാം, നിങ്ങളുടെ പണവും ഞാൻ സെറ്റിൽ ചെയ്യാമെന്ന് സുരേന്ദ്രൻ പറയുന്നത് നമ്മളൊക്കെ കേട്ടതാണ്. അത് സുരേന്ദ്രൻ്റെ ശബ്ദം തന്നെയാണ്. ഇന്ന് അദ്ദേഹം പറയുന്നു ഇതിൽ ചില കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ട്, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മറ്റൊന്നാക്കി മാറ്റി തീർത്ത ഓഡിയോ ആണ് അത് എന്ന്. ഈ കാലഘട്ടത്തിൽ ബി ജെ പിയുടെ പ്രസിഡന്റിൻ്റെ ഓഡിയോ ആരെങ്കിലും വ്യാജമായി ഉണ്ടാക്കിയെങ്കിൽ അത് കണ്ടുപിടിക്കാനൊക്കെ എത്ര എളുപ്പമാണ്. ഈ ഓഡിയോ ടേപ്പ് ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചാൽ പോരെ? അതിന് കെ സുരേന്ദ്രൻ പരാതി കൊടുക്കണം. എൻ്റേതെന്ന പേരിൽ എൻ്റേതല്ലാത്ത ഓഡിയോ, ഞാൻ പറയാത്ത കാര്യങ്ങൾ ഇട്ട് പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ ഈ പ്രസീതയ്ക്കെതിരെ കെ സുരേന്ദ്രൻ ഒരു കേസ് കൊടുക്കാത്തത് എന്താണ്? കെ സുരേന്ദ്രൻ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടല്ലോ ഇക്കാര്യത്തിൽ. സി കെ ജാനു പൈസ ചോദിച്ചിട്ടുമില്ല കൊടുത്തിട്ടുമില്ല എന്ന് കെ സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങൾ, ഈ പറഞ്ഞ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെയുള്ള ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും വരികയാണ് എന്നുണ്ടെങ്കിൽ, പാർട്ടിക്കെതിരെ അതൊരു വലിയ പ്രശ്നമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പാർട്ടി അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നടപടിയെടുക്കും. അതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്നുള്ളത് സംസ്ഥാന പ്രസിഡന്റിന് വ്യക്തമായിട്ട് അറിയാം. കാരണം അദ്ദേഹത്തിൻ്റെ ഇവിടെ പേരിലാണല്ലോ. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. എന്താണോ വേണ്ടത് അത് ചെയ്തിരിക്കും. അല്ല, എന്താണോ വേണ്ടതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കൃത്രിമമായിട്ടുള്ള ഓഡിയോ ആണ് എന്നാണ് ബി ജെ പിയുടെ വാദമെങ്കിൽ അത് തെളിയിക്കപ്പെടണമല്ലോ. ഓഡിയോയുടെ കാര്യം മാത്രമല്ല, പണം കൊടുത്തിട്ടില്ല എന്ന് സുരേന്ദ്രൻ പറയുന്നു. ഇവിടെ പണം കൊടുക്കാൻ വേണ്ടി വരുന്നതിന് അടക്കം സാക്ഷികളുണ്ട്. 7-ാം തീയതി ഹൊറൈസൺ ഹോട്ടലിൽ വെച്ച് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ഈ പണം കൈമാറ്റം ചെയ്തത്. അമിത്ഷാ വരുന്നതിന് തൊട്ട് തലേന്നത്തെ ദിവസമാണ് ഈ കാര്യങ്ങൾ ഉണ്ടായതെന്ന് ആരോപിക്കുന്നു. അവിടെ ആ ഹോട്ടലിൽ CCTV ഉണ്ട്. സുരേന്ദ്രൻ 2 തവണ സി കെ ജാനുവിൻ്റെ മുറിയിൽ അദ്ദേഹത്തിൻ്റെ സഹായിയുടെ കൂടെ ഒപ്പം പണമടങ്ങിയ ബാഗുമായി വന്നതിന് സാക്ഷികളുണ്ട്. അതിന് CCTV റെക്കോർഡിംഗ് ഉണ്ടാകുമെന്നാണ് അത് കണ്ടുനിന്ന ആളുകൾ പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഈ കാലഘട്ടത്തിൽ അത്ര എളുപ്പമാണോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിഷേധിക്കാൻ?
അല്ല, അങ്ങനെയുള്ള ആരോപണമുള്ളവർ അത് അന്വേഷിക്കട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു ചോദ്യവും വന്നിട്ടില്ല, ഞാൻ പൈസയും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്തിനാ അദ്ദേഹം അതിൻ്റെ പുറകെ പോകേണ്ട കാര്യം? ആർക്കെങ്കിലും ആരോപണവുമായിട്ട് മുന്നോട്ട് പോയി പരാതി ഉണ്ടാക്കി അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരല്ലേ അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ എന്തെല്ലാം ആരോപണങ്ങൾ വരും, ആരെല്ലാം എന്തെല്ലാം പറയും, ഇത് അതിന്റെ എല്ലാം പുറകെ ഒരു ഇറങ്ങിത്തിരിക്കാൻ ഒരു ഘടകകക്ഷിയെ പാർട്ടിക്കും കിട്ടാൻ വേണ്ടി കഴിയില്ല, പണം ഒരു കൊടുത്തു നേതാവിനും എന്നുള്ള കഴിയില്ല. ആരോപണമാണ്. ഇനി അതല്ല, സ്പെസിഫിക് ആയിട്ട് 7-ാം തീയതി എന്തെങ്കിലും NDA ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്തുണച്ചുകൊണ്ട് CK ജാനു വാർത്താ സമ്മേളനം നടത്തണമെങ്കിൽ 6-ാം തീയതി രാവിലെ പണം കൊടുക്കണം. കൊടുക്കാമെന്ന് സുരേന്ദ്രൻ പറയുന്നു. കൊടുത്തിട്ടുണ്ടെന്നാണ് അതിൽ ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ BJPയുടെ അധ്യക്ഷൻ ബ്രൈബ് ചെയ്തിട്ടാണ് ഒരു നേതാവിനെ സ്വന്തം മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നത്, കൈക്കൂലി കൊടുത്തിട്ടാണ് ഒരു നേതാവിനെ സ്വന്തം മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ അതിഗുരുതരമായിട്ടുള്ള ആരോപണമല്ലേ? അതിനിപ്പോൾ അദ്ദേഹം കേസിന് പോകുന്നത് എന്തിനാണ്? അദ്ദേഹം മൈൻഡ് ചെയ്യാതിരുന്നാൽ പോരെ? അദ്ദേഹം എത്ര ആരോപണങ്ങൾ കേൾക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞാൽ മതിയോ? അല്ല, കാരണം ഞങ്ങൾക്കിത് പുത്തരിയല്ലല്ലോ. ഏത് ദിവസം പത്രം ഇറങ്ങിയാലും ഏത് ദിവസം ചാനലിൽ വാർത്ത വന്നാലും നിരന്തരമായി ഞങ്ങൾ കേൾക്കുന്നതാണ് BJP വിലക്കെടുക്കുന്നു, BJP വിലക്കെടുക്കുന്നു. കോൺഗ്രസിൽ നിന്നോ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നോ ആരെങ്കിലും ഇപ്പോൾ BJP ചേർന്നാലും ഇപ്പോൾ ഇത് തന്നെയല്ലേ പറയുന്നത്, BJP പണമുള്ള പാർട്ടിയാണ്, അവരെല്ലാവരെയും വില കൊടുത്ത് മേടിക്കുകയാണ്. അതുകൊണ്ട് നാഴികയ്ക്ക് 40 വട്ടം ഇത്തരം ആരോപണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണം ഒരു പുത്തരിയുമില്ല. ആരോപണങ്ങൾ കേൾക്കാണ് ഞങ്ങൾ ദൈനംദിനം കുളിരില്ല എന്നോ മറ്റോ ഒരു പഴഞ്ചൊല്ലില്ലേ, അതുപോലെ ആയിരിക്കും. എനിക്കൊരു ഇടവേള വേണം, ഇടവേളയ്ക്ക് ശേഷം ഞാൻ മടങ്ങിയെത്താം. ശ്രീ SK സജീഷ്, അപ്പോൾ BJPയുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യായങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? ഇപ്പോൾ ഇത്രയും പണം വന്നിട്ടുണ്ട്. രാവിലെ സുരേന്ദ്രൻ ചോദിച്ചത് CPM-ഉം കോൺഗ്രസും ഒക്കെ തെരഞ്ഞെടുപ്പിൽ പണം മുടക്കിയിട്ടുണ്ട്, അവരെല്ലാവരും ഈ നിശ്ചിത 30 ലക്ഷം മാത്രമൊന്നും അല്ല ചിലവാക്കിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ കാര്യം അന്വേഷിക്കാതെ നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ കാര്യം മാത്രം അന്വേഷിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. CPM-ന് സഹകരണ സംഘങ്ങളിൽ നിന്നൊക്കെ എത്ര പണം കിട്ടിയിട്ടുണ്ടെന്നൊക്കെയുള്ള ഭാഗങ്ങൾ താങ്കൾ രാവിലെ വാർത്താ സമ്മേളനം ലൈവ് കണ്ടപ്പോൾ കേട്ടിട്ടുണ്ടാവും. BJPയെ സംബന്ധിച്ച് ഞങ്ങൾക്കിതൊന്നും പുത്തരിയല്ല, ഇങ്ങനെ പലതും കേൾക്കും, അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള നിലപാടാണ്. ശ്രീ അഭിലാഷ്, ഒരു കാര്യം, എന്ത് തോന്നുന്നു BJPയുടെ ഈ കാര്യം കേട്ടിട്ട് എന്ന ചോദ്യത്തിന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നത് ഒന്ന് ചിരിക്കണമെന്നാണ്. പക്ഷേ മാസ്ക് വെച്ചുകൊണ്ട് ആ ചിരി താങ്കൾ കാണുകയില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ചിരിച്ചതായി പറയുകയാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി. മറ്റൊന്ന്, നമ്മൾ കാണേണ്ടത് ഇന്ന് രാവിലത്തെ BJPയുടെ പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ്റെ പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം കിടന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ, കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ കിടന്നുരുളുകയാണ്. അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഇടയിൽ പല അബദ്ധങ്ങൾ പറഞ്ഞു. നേരത്തെ താങ്കൾ ഉന്നയിച്ച പോലെ തന്നെ, അതായത് ഈ ഇലക്ഷൻ്റെ പ്രചാരണം അവസാനിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം എന്ത് പ്രിന്റിംഗ് മെറ്റീരിയലാണ് ഈ മഹാൻ കൊണ്ടുവന്നത് എന്ന് കേരളത്തിൽ ഇലക്ഷൻ പ്രവർത്തനം നടത്തിയവരായിരിക്കും ഒരു മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ. ഈ തെരഞ്ഞെടുപ്പ് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയുമൊക്കെ ജനങ്ങൾ ഒരുപാട് ഇലക്ഷൻ പ്രവർത്തനം നടത്തിയിട്ടുണ്ടല്ലോ. ഏത് പ്രിന്റിംഗ് മെറ്റീരിയൽ ഏത് പാർട്ടിയുടേതാണ് ഇലക്ഷൻ പ്രചാരണം അവസാനിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം എത്തിയത് എന്ന് ഈ ചർച്ച കേൾക്കുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാവുമല്ലോ. ഇലക്ഷൻ്റെ തലേ ദിവസം എന്ത് പ്രിന്റിംഗ് മെറ്റീരിയലാണ്, ഒന്നും വേണ്ടതില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. സുരേന്ദ്രൻ തന്നെ അബദ്ധത്തിൽ പോസ്റ്റർ കൊണ്ടുവരുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ്റെ തൊട്ട് തലേ ദിവസമാണല്ലോ BJP പോസ്റ്റർ അടിക്കുന്നത്. അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് അബദ്ധമാണ്. അപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകരാരെങ്കിലും ചോദിക്കാത്തത് കൊണ്ട് മാത്രമാണ് ആ ചോദ്യത്തിൽ അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു പോയതെന്നറിയാം. മറ്റൊന്ന്, BJPയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് 22 തവണ ഈ സമയത്ത് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണേണ്ടത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണോ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആണോ വലുത് എന്ന് ചോദിച്ചാൽ BJPക്കാർ ചിലപ്പോൾ പറയുക സംസ്ഥാന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആണ് എന്നായിരിക്കും. അതാണ് അവരുടെ ഒരു സംഘടനയുടെ രീതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹമാണ് 22 തവണ ഈ പറഞ്ഞ പോസ്റ്റർ കൊണ്ടുവരുന്നയാളെ വിളിക്കുന്നത്. പ്രിയപ്പെട്ട ജയസൂര്യൻ ഇവിടെ പറയുകയാണ്, അതിൻ്റെ ഭാഗമായി വിളിക്കും. 140 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൻ്റെ സ്ലിപ്പ് കൊണ്ടുവന്നോ പോസ്റ്റർ കൊണ്ടുവന്നോ എന്നൊക്കെ പ്രിന്റ് ചെയ്ത ആളെയും വിതരണം ചെയ്യുന്ന ആളെയും സംസ്ഥാന കേന്ദ്രത്തിൽ നിന്ന് വിളിച്ചു ചോദിക്കുമെന്ന് പറഞ്ഞാൽ അപാരമായൊരു രാഷ്ട്രീയ പാർട്ടി ഫോളോ അപ്പ് ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇവിടെ പോസ്റ്റർ ഒട്ടിക്കുന്നയാളുടെ പോസ്റ്റർ ചെരിഞ്ഞാണോ ഒട്ടിച്ചതെന്ന് ചോദിക്കുക സംസ്ഥാന പ്രസിഡന്റും അതുപോലെ സംസ്ഥാന ചുമതലയുള്ള ഈ സംഘടനാ ജനറൽ സെക്രട്ടറി ഒക്കെ ആണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് BJPയുടെ ഒരു സംഘടനാ രീതി. നമുക്ക്
അത്ഭുതപ്പെടുകയല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ, ഈ കള്ളപ്പണത്തിൻ്റെ കാര്യത്തിനല്ല വിളിച്ചതെന്ന് പറയുമ്പോൾ. മറ്റൊന്ന്, ഇത് കൊണ്ടുപോകുന്ന വഴി റൂം ബുക്ക് ചെയ്ത് കൊടുക്കുന്നത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഓഫീസ് സെക്രട്ടറിയാണ് റൂം ബുക്ക് ചെയ്ത് കൊടുക്കുന്നത്. രാത്രി യാത്ര ഒഴിവാക്കാനാണ്, ഈ കുറച്ചുകൂടി പുലർച്ചെയായിട്ട് പോയാൽ മതി എന്നുള്ളത് കൊണ്ടാണ് റൂം ബുക്ക് ചെയ്ത് കൊടുത്തതെന്നുള്ളതാണ് അന്വേഷണത്തിൽ നിന്ന് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടി റൂം ബുക്ക് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ അത് ആലപ്പുഴയിലെത്തുമ്പോഴാണ് ആലപ്പുഴ ജില്ലാ ട്രഷററെ ചോദ്യം ചെയ്യുമ്പോൾ പറയുകയാണ് എനിക്കായിരിക്കും കൊണ്ടുവന്നത്, പക്ഷെ അതെന്തിനാണ് കൊണ്ടുവന്നത് സുരേന്ദ്രനോട് ചോദിച്ചാൽ മതി. സുരേന്ദ്രൻ തന്നെ പത്രസമ്മേളനത്തിൽ ഇത് പറഞ്ഞത് BJPയുടെ നേതാക്കന്മാരാരും പണം വാങ്ങിയിട്ടില്ല എന്നാണ്. BJPയുടെ പണമല്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുകയുണ്ടായി. പക്ഷേ സ്വാഭാവികമായും BJP RSS എന്ന് പറയുന്ന ഒരു സംയുക്ത രൂപമാണല്ലോ ഇവർ തമ്മിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ തന്നെ ധൊലിക്കുന്ന ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക്, എങ്കിൽ RSS ആണോ വാങ്ങിയത് എന്ന ചോദ്യം ചോദിക്കേണ്ടി വരും. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പണം കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് BJPയോട് ചോദിച്ചാൽ ചിലപ്പോൾ BJPയുടെ ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാകും അതിൽ കൂടുതൽ പങ്കുവഹിക്കുന്നത് RSS ആണ്. അപ്പോൾ RSS ആണ് ഞങ്ങളല്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണോ ചെയ്തത്? പിന്നെ ശ്രീ ജയസൂര്യൻ്റെ വാക്കുകളിൽ നിന്നും എനിക്കും തോന്നുന്നത് അദ്ദേഹത്തിന് അല്പം പ്രയാസം സുരേന്ദ്രനോടുണ്ട്. കൂടുതൽ ന്യായീകരിക്കാനൊന്നും നിൽക്കാതെ മറ്റ് സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടവും ഒക്കെയായ പ്രശ്നങ്ങൾ വരുമ്പോൾ അന്വേഷിക്കട്ടെ, ഞങ്ങൾ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്ന സ്ഥിരം പല്ലവിയിൽ അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചു എന്നതിലപ്പുറത്തേക്ക് സുരേന്ദ്രനെയോ അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽപ്പെട്ടവരെയോ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവർ ചെയ്ത കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്ന കാര്യങ്ങളെ ന്യായീകരിക്കാനോ നിൽക്കുന്നില്ല എന്ന് ഈ ചർച്ച കാണുന്ന ഓരോ ആളുകൾക്കും മനസ്സിലാകും. പിന്നെ CK ജാനുവിന് അവർ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവർക്ക് പണം BJP കൊടുത്തിട്ടുണ്ട്, അത് ഇലക്ഷൻ ഫണ്ടായിട്ടാണ് കൊടുത്തതെന്നാണ് CK സുരേന്ദ്രൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഡിജിറ്റൽ പണമായി കൊടുത്തിട്ടുണ്ടാകുമല്ലോ. ഏത് തീയതിയിൽ എത്രയാണ് CK ജാനുവിന് ഇലക്ഷൻ ഫണ്ടായി ഡിജിറ്റലായി കൈമാറിയത് എന്നതിൻ്റെ തെളിവ് അദ്ദേഹം പുറത്തുവിടേണ്ടതായിരുന്നല്ലോ. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ ഡിജിറ്റലായി ഇന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇന്ന ബാങ്കിലേക്ക് CK ജാനുവിന് പണം കൈമാറിയിരിക്കുന്നു ഡിജിറ്റലായി. എന്തുകൊണ്ട് അദ്ദേഹം പുറത്തുവിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഇവിടെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ടത്, നേരത്തെ ശ്രീ അഭിലാഷ് സൂചിപ്പിച്ചു, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഈ പറഞ്ഞ കള്ളപ്പണം കൊണ്ടുവന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ഒരു വിഭാഗം കൈകാര്യം ചെയ്യുമ്പോഴുള്ള പ്രശ്നം, പരസ്പരമുള്ള പ്രശ്നത്തിൻ്റെ ഭാഗമായി തട്ടിയെടുക്കപ്പെടുന്നു. ഹൈവേ റോബറിയിലൂടെ, കൊള്ളയിലൂടെ തട്ടിയെടുക്കപ്പെടുകയാണ് ഒരു കൊള്ള സംഘം. അപ്പോൾ തട്ടിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ ധർമ്മരാജൻ നേരെ വന്ന് പരാതി പറയുന്നത് അല്ലെങ്കിൽ എത്തുന്നത് BJPയുടെ ജില്ലാ പ്രസിഡന്റ് അനീഷിൻ്റെ അടുത്താണ്. അനീഷ് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ തട്ടിയെടുത്തതിൽപ്പെട്ട ആളുകളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് 25 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എന്ന് ഇപ്പോൾ ശ്രീ ജയസൂര്യൻ പറഞ്ഞത് എന്താണ്? എന്നിട്ട് എല്ലാ വിവരങ്ങളും അങ്ങ് പോലീസിന് കൈമാറി. എല്ലാ വിവരങ്ങളും കൈമാറിയിട്ടില്ല. ഇപ്പൊ തന്നെ 3.5 കോടിയിലധികം രൂപയുടെ പ്രശ്നം നിലനിൽക്കുകയാണ്. അതൊരു 25 ലക്ഷം രൂപയായി ചുരുക്കി അത് തൻ്റെ വ്യക്തിപരമായ പണമാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് വരുത്തി ഒരു പരാതി തയ്യാറാക്കി കൊടുക്കാൻ സഹായിക്കുകയാണ് ചെയ്തത്. അല്ലാതെ എല്ലാ കാര്യങ്ങളും കൈമാറുകയല്ല എന്ന് നമുക്ക് വ്യക്തമാണല്ലോ. അപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാനായിരുന്നു BJPയുടെ ജില്ലാ പ്രസിഡന്റും ശ്രമിച്ചത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. പക്ഷെ അതിലപ്പുറത്തേക്ക് അന്വേഷണം പോവുകയും അവിടെ നിൽക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയത് എന്നൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രവുമല്ല, ഒരു 25 ലക്ഷം രൂപ തൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് 2 ലക്ഷം രൂപ പോലും കയ്യിൽ കൊണ്ടുനടക്കാൻ വേണ്ടി പറ്റില്ലാത്ത ഒരു സമയത്ത് 25 ലക്ഷം കയ്യിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് BJPയുടെ ഓഫീസിൽ ഒരാൾ പരാതിയുമായി വരുമ്പോൾ BJPയുടെ പ്രസിഡന്റ് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കള്ളപ്പണത്തിനെതിരായി വലിയ പോരാട്ടം നടത്തുന്ന പാർട്ടിയാണെന്ന് പ്രഖ്യാപിച്ച പാർട്ടിയല്ലേ. അവരാദ്യം ആ വിവരമല്ലേ പോലീസിനെ അറിയിക്കേണ്ടത്? ഒരു മനുഷ്യനിതാ ഈ പണം 25 ലക്ഷം കയ്യിൽ വെച്ചിരിക്കുന്നു, ഞങ്ങൾ എന്തെല്ലാം പണിയെടുത്താണ് പണ്ട് നോട്ട് നിരോധിച്ച സമയത്ത് ഈ കള്ളപ്പണം ഒഴിവാക്കാനല്ലേ, ഭൂമിയിൽ കുഴിച്ചിട്ടാൽ അത് കണ്ടുപിടിക്കാനല്ലേ 2000-ന്റെ നോട്ടിൽ ചിപ്പുണ്ട്, കോപ്പുണ്ട് എന്നെല്ലാം പറഞ്ഞത്. അവരുടനെ അറിയിക്കണ്ടേ? അത് അറിയിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പകൽ പോലെ വ്യക്തമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമായി നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. ശ്രീ KM അഭിജിത്ത്, പകൽ പോലെ വ്യക്തമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഓരോ ദിവസവും പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയും ഒക്കെ ജനങ്ങൾ അത് അറിയുന്നുണ്ട്. പക്ഷേ BJPയുടെ ഇന്നത്തെ പ്രതികരണം നോക്കൂ. സലീം കുമാർ ഒരു സിനിമയിൽ ഇതൊക്കെ എന്ത് എന്ന് ചോദിച്ച മട്ടിലാണ്. അല്ല, തീർച്ചയായിട്ടും നല്ല പകൽ വെളിച്ചത്തിലേക്ക് ഇറങ്ങി നിന്ന് കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാക്കി ചുറ്റുമുള്ളതൊക്കെ ഇരുട്ടാണ് എന്ന് പറയുമ്പോൾ
അത് ഏറ്റുപിടിക്കുന്ന BJP പ്രസിഡന്റ് പറയുമ്പോൾ അത് ഏറ്റുപിടിക്കുന്ന ജനങ്ങളാണ് കേരളത്തിൽ എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കാം. ഞാൻ ഇവിടെ ഗുരുതരമായ ചില ആരോപണങ്ങൾ നമ്മൾ ഒരുപക്ഷെ BJPയുടെ ഒന്നോ രണ്ടോ നേതാക്കൾ എന്നതിനപ്പുറത്തേക്ക് ശ്രീ അഭിലാഷ്, ഇത് എത്ര ഭീകരമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പോലും വലിയ വെല്ലുവിളി ഉയർത്തുന്ന തീവ്രവാദ രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായ കാര്യങ്ങൾ ഇവിടെ നടക്കല്ലേ. 1.5 കോടി രൂപ പിടിച്ചെടുക്കുന്നു. ഏത് സമയത്ത്? ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് നേരത്തെ ശ്രീ SK സജീഷ് സൂചിപ്പിച്ച പോലെ 1 ലക്ഷം രൂപ പോലും കയ്യിൽ കൊണ്ടു നടക്കാൻ പാടില്ലാത്ത സമയത്ത് ഒരു തെരഞ്ഞെടുപ്പിനെ എല്ലാം അട്ടിമറിക്കാൻ വേണ്ടി കോടികൾ കൊണ്ടു നടക്കുന്നുവെങ്കിൽ ഇത് എത്രത്തോളം ഭീകരമായിട്ടുള്ള കുറ്റകൃത്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ എന്തിനാ കാട് കയറി പോകുന്നത്? ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ പോരെ? അത് തന്നെയല്ലേ ഇവിടെ പലവട്ടം ആവർത്തിക്കപ്പെട്ടതും. ധർമ്മരാജ് എന്ന് പറയുന്ന ഈ ഫണ്ട് കൊണ്ടുവന്ന ആൾ, ആ ഫണ്ടിന്റെ സോഴ്സ് എവിടെയാണ് എന്നുള്ള ചോദ്യം ഒന്നാമത് നിൽക്കുന്നു. ആ ധർമ്മരാജന് തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുൻപ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സാമഗ്രികൾ കൊണ്ടുവരാൻ എന്ന പേരിൽ റൂം എടുത്തു കൊടുത്തിരിക്കുന്നു. എവിടെ? നാഷണൽ ലോഡ്ജിൽ തൃശ്ശൂരിൽ. ആര്? BJPയുടെ പ്രസിഡന്റ്. ആർക്ക് വേണ്ടിയാണ് ഈ പണം കൊണ്ടുവന്നത്? അവിടെ കൃത്യമായി മൊഴിയിൽ പറയുന്നു അത് ആലപ്പുഴയിലെ ജില്ലാ നേതാവിന് വേണ്ടിയാണ്. ആ ജില്ലാ നേതാവിന് മാധ്യമങ്ങൾക്ക് മുന്നിൽ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്നു നിങ്ങൾ K സുരേന്ദ്രനോട് ചോദിക്കൂ. അപ്പൊ ഇത് വ്യക്തമല്ലേ ഇത് കൃത്യമായി BJPയുടെ പണമാണ്. ഇനി BJPയുടെ പണമല്ല എന്ന് പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? രണ്ടാമത്തെ കാര്യം, 1 പണത്തിന്റെ സോഴ്സ്, 2 ഇത് BJPക്കുള്ള പണമാണെന്ന് കൃത്യമായി പറയപ്പെടുന്നു, 3 ഒരു തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ മുന്നണിയിലേക്ക് വരുന്ന ആളുകളെ വില കൊടുത്തു വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിന് കേട്ടുകേൾവിയുണ്ടോ ഇത്തരമൊരു കാര്യം? ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ മാത്രമല്ല, ജനാധിപത്യത്തെ പോലും പണാധിപത്യത്തിലൂന്നി അതിനെ വിലക്കെടുക്കുന്നു. നമ്മളുടെ നാടിനെ എങ്ങോട്ടാണ് BJP കൊണ്ടുചെന്നെത്തിക്കുന്നത്? തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി, മുന്നണിയുടെ ഭാഗമായി വരണമെങ്കിൽ നിങ്ങൾക്ക് പണം തരാം, ആ പണം കൊടുക്കുന്നു എന്നാണ് അമിത്ഷാ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ തലേ ദിവസം. അതേ പരിപാടിയിൽ പിന്നെയും ആളുകൾ, പല രാഷ്ട്രീയ പാർട്ടികൾ ആ മുന്നണിയുടെ ഭാഗമായിട്ടില്ലേ? അപ്പൊ ഇവർക്കൊക്കെ ഇതേപോലെ പണം കൊടുത്തുകൊണ്ടാണോ BJP ഇവരൊക്കെ ഹയർ ചെയ്തിരിക്കുന്നത്? ആണെങ്കിൽ ആ പണത്തിന്റെ സോഴ്സ് എന്താ? സോഴ്സിലേക്ക് പോകുമ്പോൾ അമിത്ഷാ പങ്കെടുത്ത പരിപാടിയിൽ നരേന്ദ്രമോദി ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നിരിക്കുന്ന കേരളത്തിൽ BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് കോടാനുകോടിയുടെ പണത്തിന്റെ നിക്ഷേപം കൊണ്ടുവന്നിരിക്കുന്നു. എന്ത് പണമാണ്? ഇതാണ് കള്ളപ്പണം. നേരത്തെ പറഞ്ഞ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പോലും തച്ചു തകർക്കുന്ന, ഇല്ലാതാക്കുന്ന കള്ളപ്പണം. ഈ കള്ളപ്പണം കൊണ്ടുവന്നിരിക്കുന്നത് ആരാണ്? അത് BJPയും ഇവരുമായി ബന്ധപ്പെട്ട നേതാക്കളുമാണ്. 2 തെരഞ്ഞെടുപ്പിൽ 2 ഒരു BJPയുടെ പാർട്ടി പ്രസിഡന്റ് മത്സരിക്കുകയാണ്. പറന്നു പോകാൻ ഉപയോഗിക്കുന്ന വാഹനം എന്താണ്? ഹെലികോപ്റ്ററാണ്. ആ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയിട്ടുള്ള പണത്തിന് കണക്കുണ്ടോ? അപ്പൊ എല്ലാം കൂടി നോക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിൽ കോടാനുകോടി രൂപയുടെ കള്ളപ്പണം BJP ഇറക്കിയിരിക്കുന്നു. അത് നാളുകളിൽ ആ പണം ചെന്നെത്തുന്നത് ഈ രാജ്യത്തിന്റെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളിലേക്കാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ ദേശവിരുദ്ധ പ്രവർത്തനം, നമ്മളുടെ നാട്ടിൽ രാജ്യദ്രോഹ പ്രവർത്തനം നടത്താൻ BJP തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു. നമ്മളുടെ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടി BJP ശ്രമിക്കുന്നു. അടിയന്തരമായി ഈ ഒരു പണത്തിന്റെ സോഴ്സ് ഉൾപ്പെടെ കണ്ടെത്തണമെങ്കിൽ ഈ ഒരു അന്വേഷണ സംഘത്തെ നമുക്കറിയാം. ഒരു പക്ഷേ ഈ അന്വേഷണ സംഘത്തെ പലപ്പോഴും ചില കോംപ്രമൈസിന്റെ ഭാഗമായി മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്. മറ്റന്വേഷണം, അതുകൊണ്ടാണല്ലോ ഒരു സംസാരത്തിനിടയിൽ ഒരു വെല്ലുവിളി സ്വമേധയാ പറഞ്ഞു ഇവിടെ മറ്റു ചില അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ കൃത്യമായി ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകണം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ ഉൾപ്പെടെയുള്ള എല്ലാ അന്വേഷണ സംവിധാനങ്ങളും ഉപയോഗിച്ച്, കാരണം 1 മാസം കഴിഞ്ഞിരിക്കുന്നു ഈ പണം കണ്ടെത്തിയിട്ട്, ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. അന്വേഷണത്തിനിടയിൽ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഏജൻസികൾ ഇത്രയും നാൾ മൗനം ഭജിച്ച ആളുകളാണ്. ഇനി ഒരു പക്ഷേ ഈ കേസ് അട്ടിമറിക്കാൻ പോലും അവർ ഇടപെടാനുള്ള സാധ്യതയുണ്ട്. അത്തരം സാധ്യതകൾ കൂടി കോൺഗ്രസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓക്കെ അഭിജിത്ത്. ശ്രീ ജയസൂര്യൻ, നോക്കൂ, 7-ാം തീയതി അമിത്ഷാ വരുന്നു. 7-ാം തീയതി അമിത്ഷാ വരുമ്പോഴേക്ക് അമിത്ഷായുടെ ഒപ്പം പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ 6-ാം തീയതി പണം കൊടുക്കണം. 6-ാം തീയതി രാവിലെ പോരെ ഞാൻ പണം നേരിട്ട് കയ്യിൽ കൊടുക്കാം എന്ന് സുരേന്ദ്രൻ പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഇവിടെ ജാനു മാത്രമല്ല അമിത്ഷാ വന്നപ്പോൾ പങ്കെടുത്തിട്ടുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ ഐക്കൺ പ്ലെയർക്കും റേറ്റ് നിശ്ചയിച്ചിട്ട് പണം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ന്യായമായും ഈ സംസാരത്തിൽ നിന്ന് നമ്മൾ സംശയിക്കണം. ഇനി അതുമാത്രമല്ല, പണം കൊടുത്തു എന്ന് മാത്രമല്ല, എങ്ങനെ പണം കൊടുക്കുന്നു എന്നുള്ളത് പ്രശ്നമാണ്. 10 ലക്ഷം രൂപ ക്യാഷായി കൊടുക്കാൻ കഴിയുമോ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലിക്വിഡ് ക്യാഷായിട്ട് 10 ലക്ഷം രൂപ കൊടുക്കാൻ കഴിയുമോ? ഒരു പണമിടപാട് നടത്തുമ്പോൾ അതിന് കാര്യകാരണ സഹിതമായ രേഖകൾ വേണമല്ലോ. അപ്പോൾ
ഡിജിറ്റൽ ട്രാൻസാക്ഷൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പണം നിരോധിച്ച 2 ലക്ഷം രൂപയിൽ കൂടുതൽ നേരിട്ടുള്ള പണമിടപാട് സാധ്യമല്ലാത്ത ഇടത്ത് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി വരുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ സ്റ്റേജിലേക്ക് ഐക്കൺ പ്ലെയേഴ്സിനെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയി പെട്ടിക്കകത്ത് ക്യാഷ് അട്ടി വെച്ചിട്ട് ഈ പെട്ടി കൈമാറുക എന്നൊക്കെ പറയുന്നത് എന്ത് തരം രാഷ്ട്രീയ സംസ്കാരമാണ് എന്നുള്ള പ്രശ്നം BJP അഭിമുഖീകരിക്കുന്നില്ലേ? പ്രവർത്തകർ നേതാക്കളോട് ചോദിക്കുന്നില്ലേ ഇങ്ങനെയൊക്കെ ആണോ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്ന് ചോദിക്കുന്നില്ലേ? അല്ല, അഭിലാഷ് ഈ പെട്ടിയൊക്കെ കണ്ടോ? ഇല്ല, പെട്ടി നമ്മുടെ ഈ പാനലിൽ പങ്കെടുക്കുന്ന പ്രസീത കണ്ടിട്ടുണ്ട്, ശ്രീമതി പ്രസീത കണ്ടിട്ടുണ്ട് പെട്ടി. ഭംഗിയായിട്ടാണ് ഈ കാര്യങ്ങൾ താങ്കൾ അവതരിപ്പിക്കുന്നത്. ഒറ്റ സെക്കൻഡ് അപ്പോൾ നമുക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാം. ശ്രീമതി പ്രസീത, താങ്കൾ രാവിലെ പറയുന്നത് ഞാൻ കേട്ടത് ഈ ഹൊറൈസൺ ഹോട്ടലിന്റെ വെളിയിൽ നിൽക്കുമ്പോൾ സുരേന്ദ്രന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ കയ്യിൽ പെട്ടി ഉണ്ടായിരുന്നു എന്ന്. അല്ല, അത് കണ്ട ആളുണ്ട്, അതുകൊണ്ടാണ്. അഭിലാഷേ, ചോദ്യം ചോദിച്ചാൽ മാത്രം പോരാ, മറുപടി പറയാൻ അനുവദിക്കണം. ചോദ്യം മാത്രം പോരാ, മറുപടി പറയാൻ അനുവദിക്കണം. മറുപടി പറയാൻ അനുവദിക്കണം. പറഞ്ഞോളൂ. അതായത് വളരെ വ്യക്തമായിട്ട് കെ സുരേന്ദ്രൻ പറഞ്ഞല്ലോ, ഈ കാര്യത്തിൽ പണം ചോദിച്ചിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. ഇനി ഞങ്ങൾ എന്തെങ്കിലും ഫണ്ട് കൈമാറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഡിജിറ്റൽ ട്രാൻസാക്ഷനായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന് കൃത്യമായ വ്യവസ്ഥാപിതമായിട്ടുള്ള ആ ഒരു ശീലമുണ്ട്, ആ ഒരു പദ്ധതിയുണ്ട്. അതല്ലാതെ ഞങ്ങൾ വേറൊരു കാര്യവും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഏത് അന്വേഷണം വേണമെങ്കിലും നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെയാണ് അത് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും വ്യക്തമായി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഈ LDFും UDFും ഒക്കെ പറയുന്നത് നമുക്ക് പറയാം, അവർ ആരോപണം, പ്രതിപക്ഷം അരാഷ്ട്രീയമായിട്ടുള്ള ആ നിലപാട് അവർ സ്വീകരിക്കും, അതിൽ ഞങ്ങൾക്കൊട്ട് സംശയവുമില്ല. എന്നാൽ അപ്പോഴും സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ, അന്വേഷിച്ചോളൂ, ആ കാര്യങ്ങളും അന്വേഷിച്ചോളൂ. CK ജാനുവിനെ സംബന്ധിച്ച് പ്രസീത പറഞ്ഞ കാര്യങ്ങൾ, അത് ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിച്ചോളൂ, അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സത്യസന്ധമായി പുറത്തു വരേണ്ടത് നമ്മുടേതും ആവശ്യമാണ്, BJPയുടെ ആവശ്യമാണ്. അതുകൊണ്ട് BJP നിസ്സഹകരിക്കില്ല. അന്വേഷണം നടക്കട്ടെ. അത് ഫോൺ സംഭാഷണത്തിന്റെ കാര്യമാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. ശരി, ഓക്കെ. ശ്രീമതി പ്രസീത, മാർച്ച് 7-ാം തീയതിയാണ് അമിത്ഷാ തിരുവനന്തപുരത്ത് വന്നത്. മാർച്ച് 6-ാം തീയതിയാണ് ഈ പണം കൈമാറ്റം നടന്നിട്ടുള്ളത്. അത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആയിരുന്നോ? ഇപ്പോൾ താങ്കളും ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നല്ലോ. അത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആയിരുന്നോ അതോ പെട്ടിക്കകത്ത് പണം കൊണ്ടു കൊടുക്കുകയായിരുന്നോ? അങ്ങനൊരു പണം ഇടപാട് നടന്നിട്ടുണ്ടോ? ഉറപ്പുണ്ടോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല, ഞാൻ കേട്ടത് പറഞ്ഞതാ. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. 6-ാം തീയതി എന്നല്ല ഞാൻ പറഞ്ഞത്. 6-ാം തീയതി CK ജാനു രാത്രിയാണ് എത്തുന്നതും 7-ാം തീയതി രാവിലെയാണ് ഈ ഇടപാട് നടത്തുന്നതും. അപ്പോൾ അതൊരിക്കലും ഡിജിറ്റലായ ഒരു ഇടപാടായിരുന്നില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് ഈ രാവിലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ് ഈ സംഭാഷണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ജാനു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന്. പാർട്ടിയുടെ ഘടകകക്ഷി ചർച്ച മുതൽ ഇലക്ഷൻ്റെ അവസാന ഘട്ടം വരെ ഉണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഉടനീളമുള്ള ചർച്ചകളൊക്കെ ഞങ്ങൾ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റികൾ തന്നെയാണ് നടത്തിയത്. ഒരു ഘട്ടത്തിൽ അവിടെ ബത്തേരിയിൽ CK ജാനുവിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു രീതിയിലുള്ള പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നില്ല. 1-ാം ഘട്ടം കഴിഞ്ഞപ്പോഴും അവിടെ പോസ്റ്ററോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതേ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞങ്ങൾ പോയിട്ടുമുണ്ട്. സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ പോയിട്ടുണ്ട്, കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം നിഷേധിക്കുമായിരിക്കാം. അദ്ദേഹത്തിന് എന്ത് കാര്യങ്ങളും നിഷേധിക്കാം. അപ്പോ ഇതൊക്കെ അന്വേഷണത്തിന്റെ അന്വേഷിക്കട്ടെ. ഞാൻ നേരത്തെ സുരേന്ദ്രന്റെ ഓഡിയോയിൽ പറഞ്ഞത് 6-ാം തീയതി വരൂ എന്നുള്ളതായതുകൊണ്ട് 6-ാം തീയതി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതാണ്. അത് എനിക്ക് പറ്റിയ തെറ്റാണ്. ഈ 7-ാം തീയതി രാവിലെ ഈ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്നൊന്ന് പറയാമോ? അദ്ദേഹം രാവിലെ എന്നെ വിളിക്കുകയുണ്ടായത്. എവിടെയാണ്
പിന്നെ റൂം നമ്പർ എവിടെയാണ്, ഏതാ റൂം നമ്പർ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിളിച്ചത്. CK ജാനുവിൻ്റെ റൂം നമ്പർ ഏതാണെന്ന് ചോദിച്ചുകൊണ്ടാണ് വിളിച്ചത്. അവരെത്ര മണിയാകുമ്പം എഴുന്നേറ്റ് ഫ്രീ ആകും എന്നുള്ളതൊക്കെയാണ് ചോദിച്ചത്. ആ സമയത്ത് പറഞ്ഞു ഞാൻ ഈ കാര്യം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ പരം തെളിവ് എന്താണ് വേണ്ടത്? പണവുമായിട്ട് ആണ് വന്നത്, പണവുമായിട്ടാണ് ഹോട്ടലിലേക്ക് വന്നതെന്ന് ഉറപ്പുണ്ടോ? അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന അവരുടെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു. അത് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ കൂടെയുള്ള പ്രവർത്തകരൊക്കെ കണ്ടത് തന്നെയാണ്. ഓക്കെ, ഇതാ ശ്രീ ജയസൂര്യൻ, ഈ പാർട്ടിയുടെ നേതാവാണ് ജാനു. അവർക്ക് ഞാൻ പെട്ടി എന്ന് പറഞ്ഞത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇതാ ഇങ്ങനെ ഉണ്ട് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇനി അതിൽ കൂടുതൽ തെളിവ് വേണമെങ്കിൽ ആ ഹോട്ടലിൽ CCTV ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലെ ഒക്കെയുള്ള ആരോപണമാണ് ഒരു ദേശീയ പാർട്ടി, രാജ്യം ഭരിക്കുന്ന പാർട്ടി നേരിടുന്നത് എന്നുള്ളത് നിങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെ ഒരു ചർച്ചയാവേണ്ടതല്ലേ? ഇപ്പോൾ ഒരു നേതാവ് മാത്രമല്ലല്ലോ പാർട്ടി. അല്ല, തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ പ്രസീത പറഞ്ഞ കാര്യം കണ്ടോ, അതായത് ഒരു ഹോട്ടലിൽ താമസിക്കുന്ന ഒരാൾ വരുമ്പോൾ ആരാ പെട്ടിയായിട്ട് ചെല്ലാതിരിക്കുക? ഹോട്ടലിൽ താമസിക്കുന്നവരൊക്കെ തന്നെ പെട്ടിയായിട്ടല്ലേ പോകുന്നത്. ആ പെട്ടിക്കകത്ത് പണമായിരുന്നു എന്നുള്ള വ്യാഖ്യാനമാണ് ഇവിടെ പ്രസിഡന്റ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അതായത് ഹോട്ടലിലേക്ക് വരുമ്പോൾ ഇപ്പം തന്നെ പ്രസീത പറഞ്ഞല്ലോ, സുരേന്ദ്രൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, കൂടെ വന്നവരുടെ ഈ പെട്ടി, അതായത് ഹോട്ടലിലേക്ക് വരുന്നവരുടെ പെട്ടി ഉണ്ടായേക്കാം, ആ പെട്ടി പണം കൊണ്ടുവന്നതാണെന്നും അത് ഇത്ര ആൾക്ക് കൊടുക്കാനാണെന്നും ഹോട്ടലിൽ താമസിക്കുന്നത് CK ജാനുവും അവരുടെ പാർട്ടിയുടെ പ്രവർത്തകരും അവരെ കാണാനാണ്. ഇവര് ഹോട്ടലിൽ താമസിക്കാനല്ല സുരേന്ദ്രനും കൂടെയുള്ളവർ വരുന്നത്. ഇവര് വന്നു എന്നറിഞ്ഞ് ഇവരെ സന്ദർശിക്കാൻ വരുമ്പോൾ എന്തിനാണ് പെട്ടി? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആയിക്കോട്ടെ. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഹോട്ടലിലേക്ക് വരുന്നവരുടെ പെട്ടി കാണും. ഇവിടെ പ്രസീത ആരോപിച്ചത് ശരിയാണെങ്കിൽ എത്ര രൂപ ആർക്ക് അപ്പോൾ അവിടെ വെച്ച് കൊടുത്തു എന്നൊന്നും പ്രസീത പറയുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറയാത്ത സ്ഥിതിക്ക് വ്യാഖ്യാനങ്ങൾ, ആരോപണങ്ങൾ എന്ന് പറയുന്നതിനെ സംസ്ഥാന പ്രസിഡന്റ് ശക്തമായ ഭാഷയിൽ നേരിട്ടുകൊണ്ട് തന്നെ പറഞ്ഞു, അന്വേഷിക്കൂ, ഈ ആരോപണങ്ങൾ തെളിയിക്കൂ എന്ന്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഇടപാടില്ല, CK ജാനു പൈസ ചോദിച്ചിട്ടില്ല, ഞാൻ കൊടുത്തിട്ടുമില്ല എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞതാണ്. പിന്നെ ഈ ആരോപണങ്ങൾ കൊണ്ടുവരുന്നെങ്കിൽ ആ പറയുന്ന ആൾക്കാർ അത് തെളിയിക്കാൻ തയ്യാറാവണം. നിയമപരമായിട്ടുള്ള ഏത് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണെന്ന് ശ്രീ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ കൂടുതൽ ഞങ്ങൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ശരി, ഓക്കെ, എന്തായാലും അന്വേഷിക്കട്ടെ, അന്വേഷണം നടക്കട്ടെ, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഒരു വിധിയും പറയുന്നില്ല, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കപ്പെടട്ടെ. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയസൂര്യൻ, ശ്രീമതി പ്രസീത, ശ്രീ SK സജീഷ്, ശ്രീ അഭിജിത്ത് സംസാരിച്ചതിന്. ഇടവേള.